നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷത്തിൽ അടിസ്ഥാനപരമായ അറിവുള്ള എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ജ്യോതിഷ വിഷയങ്ങൾ കേൾക്കുന്ന ആളുകൾക്കറിയാം, ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പ്രകൃതിയിലും ജീവജാലങ്ങളിലും എല്ലാത്തിനുപരിയായിട്ട് മനുഷ്യജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് എന്നുള്ളത്. ഇത്തരം ജ്യോതിർഗോളങ്ങളെ പറ്റിയുള്ളൊരു ശാസ്ത്രമാണ് നമ്മൾ ജ്യോതിഷം എന്ന പേരിൽ പഠിച്ചു വരുന്നത്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം 2 ദിവസം മുമ്പ് സംഭവിച്ചു. അതായത് ജൂലൈ 13 2025 ജൂലൈ 13 ശനിയുടെ വക്രചലനം ആരംഭിച്ചു. ഈ വക്രഗതി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ സാധാരണഗതിയിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ്, പ്രദക്ഷിണ രീതിയിലാണ് സഞ്ചരിക്കാറുള്ളത്. വക്രഗതി വരുമ്പോഴത്തേക്കും അത് ആൻറ്റി ക്ലോക്ക് വൈസായിട്ട്, അതായത് അപ്രദക്ഷിണമായിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പുറകോട്ട് പോവുകയല്ല, ഭൂമിയും ഈ ഗ്രഹവുമായിട്ടുള്ള അകലം വ്യത്യാസപ്പെടുന്നതനുസരിച്ച്, അതായത് കോണീയ അകലം, ആംഗുലാർ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ഗ്രഹങ്ങൾ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നു ചില സമയത്ത്. കാരണം കൃത്യമായ വൃത്താകൃതിയിലല്ല ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത്. ഭൂമിയും സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഭൂമിയെ ചുറ്റുന്നതായിട്ടും കൂടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുമ്പോഴും, ഗ്രഹങ്ങളുടെ പ്രദക്ഷിണ വഴിയുണ്ടല്ലോ, ആ ഓർബിറ്റിൻ്റെ അകലം വ്യത്യാസപ്പെടുമ്പോഴും നമുക്ക് ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് അനുഭവപ്പെടാറുണ്ട്. അതിലെ ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് ഈ ശനിയുടെ വക്രഗതി എന്നുള്ളത്. അപ്പോൾ ശനി വക്രഗതിയിൽ എന്ന് പറഞ്ഞാൽ ശനി പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് മീനൻ രാശിയിലാണ്. ഈ മീനൻ രാശിയിൽ തന്നെ ഏതാനും മാസങ്ങളിലേക്ക് ശനി പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ 138 ദിവസമാണ് ശനി പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് 2025 ജൂലൈ 13 രാവിലെ 9:36 ആകുമ്പോഴത്തേക്കും ശനി വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങുന്നു. 2025 നവംബർ മാസം 28 വരെ ശനിയുടെ വക്രഗതി സഞ്ചാരം തുടരും. അപ്പോൾ അങ്ങനെ 4 മാസവും 2 ആഴ്ചയും ആണ് ഏകദേശം ഈ ശനിയുടെ വക്രഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വക്രഗതിയിൽ ശനി സഞ്ചരിക്കുന്നതിൻ്റെ ഫലം എല്ലാ നക്ഷത്രക്കാർക്കും ഓരോരോ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് വലിയ സൗഭാഗ്യങ്ങൾ ഇതുകൊണ്ട് കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ശനി മീനൻ രാശിയിലേക്ക് മാർച്ച് 29 മാറിയപ്പോൾ കുറേ നക്ഷത്രക്കാർക്കത് വളരെ ദോഷകരമായിട്ട് അനുഭവപ്പെടുകയുണ്ടായി. ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ മാസങ്ങളിൽ അവർക്ക് കുറേയേറെ നേട്ടങ്ങൾ അനുഭവപ്പെടും. ആ ടെൻഷനും സമ്മർദ്ദങ്ങളും ഒക്കെ കുറഞ്ഞിട്ട് ധനപരമായ ഭാഗ്യവും കുറേ നേട്ടങ്ങളുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഈ സമയം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ ശനിയുടെ രാശിമാറ്റം കൊണ്ട് പെട്ടെന്ന് നിന്നു പോവുകയോ തടസ്സം വരികയോ സമ്മർദ്ദത്തിലാകുകയോ ചെയ്ത കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് അത് ആ തടസ്സം മാറ്റിയിട്ട് സാധിച്ചെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് നേരത്തെയുള്ള ദുരിതങ്ങളും ദുരനുഭവങ്ങളൊക്കെ മാറിയിട്ട് ഈ 4.5 മാസത്തേക്ക് നല്ലൊരു സമയം വരുന്നത്, ആർക്കൊക്കെയാണ് അവസരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ്. അതായത് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഇവയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ഈ ശനിയുടെ വക്രം വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെടും. കാരണം ഈ ശനി മീനൻ രാശിയിലേക്ക് വന്നതോടുകൂടി അശ്വതി ഭരണി കാർത്തികക്കാർക്ക് 7.5 ശനി ആരംഭിക്കുകയാണ് ഉണ്ടായത്. അതായത് 12 ശനി വന്നു ചേർന്നു. 12 എന്ന് പറയുന്നത് ചിലവിൻ്റെ ഭാവമായതുകൊണ്ട് തന്നെ വർദ്ധിച്ച ചിലവും ധനം കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ വീട് വിട്ടു മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ട് കാണും. ദൂരയാത്രകൾ, ദൂരദേശവാസം, വിദേശത്തേക്ക് പോകേണ്ട
സാഹചര്യങ്ങൾ, വിദേശ പഠനത്തിനോ ജോലിക്കോ ഒക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ. അതായത് ഈ വിദേശ ജോലിയും വിദേശ പഠനവും ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ, വീട്ടിലിപ്പോൾ ആരും ഇല്ലാത്ത ഒരാളിന് അങ്ങനെ പോകുമ്പോഴത്തേക്കും ദോഷകരമാണ്. നേരത്തെ നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്ന സമയത്ത് നമ്മൾ വിദേശ ജോലിക്കോ പഠനത്തിനോ ഒക്കെ അപേക്ഷിച്ച് അതെല്ലാം പാസ്സായി വന്നു കഴിയുമ്പം വീട് വിട്ടു പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ഉണ്ടായി. അപ്പം വളരെ മാനസിക സമ്മർദ്ദത്തോടു കൂടി പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഈ ഏഴരശനി തുടങ്ങിയ കാലത്ത് പലർക്കും അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു സാഹചര്യം അനുകൂലമായിട്ട് വരുന്നു. പിന്നെന്താണ്, അപരിചിത സാഹചര്യങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്ന, അതായത് വളരെ പ്രയാസവും ഭയവും ടെൻഷനും ഒക്കെ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഈ 12-ൽ ശനി വരുന്ന സമയത്ത് നേരിടുന്ന ഒരു കാര്യമാണ്. ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചിലവ് വളരെ വർദ്ധിച്ചു പോകും. നമുക്ക് വളരെ നോമിനലായിട്ടുള്ള പൈസ കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കുമ്പോൾ പോലും കയ്യിൽ ആ പൈസ നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, ചിലവ് വെറുതെ കൂടി പോകുന്നു. അതുപോലെ തന്നെ അഡിക്ഷൻസ് ഉണ്ടാകുന്നു, പല കാര്യങ്ങളോടും നമുക്ക് അമിതമായ ആസക്തി ഉണ്ടാകുന്നു. രോഗചികിത്സ ശരിക്ക് ഫലിക്കാത്ത ഒരു ബുദ്ധിമുട്ട്, രോഗചികിത്സയ്ക്കായിട്ട് പണച്ചെലവ് വർദ്ധിക്കുന്നു. പിന്നെ വീട് നിർമ്മാണത്തിനും മക്കളുടെ വിവാഹത്തിനൊക്കെ ആയിട്ട് ഒരുപാട് കടം വന്നു ചേരുക, ഇതൊക്കെയാണ് ഈ 7.5 ശനിക്കാലത്ത് അനുഭവപ്പെടാൻ ഇടയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ അനുഭവപ്പെട്ട് തുടങ്ങുകയാണ് മാർച്ചിൽ ശനി മാറിയതോടുകൂടി. വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള പ്രയാസങ്ങൾ, ചില രോഗങ്ങൾ അലട്ടുക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ 7.5 ശനി തുടങ്ങുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് ഈ ശനി വക്രത്തിലേക്ക് പോകുമ്പോൾ അനുഭവപ്പെടുന്നത്. പൂർണ്ണമായ മോചനം എന്ന് പറഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ശനി മീനൻ രാശിയിൽ തന്നെയാണ് വക്രഗതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ശനി പിന്നോട്ട് നീങ്ങുന്നതിൻ്റേതായ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ഭൂമിയും ശനിയുമായിട്ടുള്ള അകലം, കോണീയ അകലം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് ശനിയുടെ പ്രഭാവം കുറയുന്നത് കൊണ്ട്, ശനിയുടെ ദോഷകരമായ പ്രഭാവം കുറയുന്നത് കൊണ്ടാണ് ഗുണഫലങ്ങൾ ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. സാമ്പത്തികമായിട്ട് ഗുണം ലഭിക്കും, പല വഴിക്ക് ധനം ലഭിക്കാനായിട്ട് യോഗമുണ്ട്. പിന്നെ കേസിലും വഴക്കിലുമൊക്കെ പെട്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു മോചനം, ഒരാശ്വാസം ഉണ്ടാകും. ഈ 7.5 ശനി തുടങ്ങുന്ന സമയത്ത് പലരും നമ്മൾ എത്ര ഒതുങ്ങി ജീവിച്ചാലും ശരി നമ്മളോട് വഴക്കിടാനായിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് ചേരുന്ന ഒരു കാലമാണ് ഈ 7.5 ശനിക്കാലം. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മോചനം ലഭിക്കും, കേസുകളിൽ വിജയവും ഉണ്ടാകാം. ഈശ്വരാധീനം കൂടുന്ന ഒരു കാലഘട്ടമാണ്. പ്രവർത്തന മേഖലയിൽ അംഗീകാരം ലഭിക്കും, ചെലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, സാമ്പത്തിക ഭദ്രത കുറേയെങ്കിലും കൈവരിക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഈ ശനി എന്ന് പറയുന്നത് കൃഷിയുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് സാമാന്യം നല്ലൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നഷ്ടമില്ലാതെ എന്താണെങ്കിലും കൈകാര്യം ചെയ്യാൻ കഴിയും. പിന്നെ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഗവേഷകർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും, അല്ലെങ്കിൽ ഇപ്പം നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പേറ്റൻ്റൊക്കെ എടുത്ത് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ സാധിക്കും. രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും പൊതുവേ ഗുണകരമാണ്. സാമ്പത്തിക ഗുണം ഉണ്ടാകുന്ന ഒരു കാലമാണ് കലാകാരന്മാർക്കൊക്കെ. പക്ഷേ വൻതോതിലുള്ളൊരു നേട്ടം ഈ അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ശനി മീനത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ശനി മീനൻ രാശി വിട്ട് പുറകോട്ട് പോകുന്നില്ല, അത്രയ്ക്ക് ഒരു അകലം ഭൂമിയുമായിട്ട് വരുന്നില്ല. മീനൻ രാശിയിൽ തന്നെ ഏതാനും ഭാഗം പുറകോട്ട് നീങ്ങിയിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കും. ഇത് നമുക്ക് തോന്നുന്നതാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പം. പക്ഷേ ഈ ഡിസ്റ്റൻസ് വ്യത്യാസം കൊണ്ട്, അല്ലെ ഈ ദൂരത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റാണ് നമുക്ക് ഗുണകരമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കുക. 7.5 ശനിക്കാലത്തിനിടയ്ക്ക് ഇതുപോലുള്ള അവസരങ്ങൾ വളരെ അപൂർവമായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയും നേരത്തെ ബ്ലോക്ക് ആയിപ്പോയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും, കുറച്ച് കൂടുതൽ അധ്വാനിച്ചിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരുമ്പം അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കുക, നല്ല രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, അത് വികസിപ്പിച്ചെടുക്കുക. പുതിയ പല സ്രോതസ്സുകളും വരുമാന സ്രോതസ്സുകളും വരുമ്പം നമ്മളതിനെ തഴഞ്ഞു കളയാതെ അതിനെ വികസിപ്പിച്ച് നമുക്ക് അനുകൂലമാക്കി എടുക്കുക. അപ്പം ശനി വീണ്ടും റിട്രോഗ്രേഡ് വിട്ട്, വക്രഗതി വിട്ടിട്ട് മുന്നോട്ട് വരുമ്പോഴും ആ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ളത് കുറേശ്ശെ ആണെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിലൊന്ന് ശ്രമിക്കുക. പിന്നെ സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾ പലതും തടസ്സപ്പെട്ട് കിടന്നിരുന്നത് ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ശ്രമിക്കുക. ശനി എപ്പോഴും അനുഗ്രഹദായകനാണ് എന്നുള്ളത് ഓർക്കുക. ശനി ഭഗവാന്റെ സ്തോത്രങ്ങളൊക്കെ നിത്യവും ജപിച്ച്
ശാസ്താവിനെയും പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബദേവതയും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോന്നും ശ്രമിച്ചാൽ മതി, നിങ്ങൾക്കത് സാധിച്ച് കിട്ടുന്നതാണ്. അടുത്തത് മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരുടെ ഫലമാണ്. മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര, പുണർദം. അപ്പോൾ അവരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. മീനം എന്ന് പറയുന്നത് ഈ മിഥുനക്കൂറുകാരുടെ 10ാം ഭാവമാണ്. അപ്പോൾ ഈ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിൽ നിന്നും ശനി വക്രത്തിൽ പിന്നോട്ട് നീങ്ങുമ്പോൾ ജോലി അല്ലെങ്കിൽ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സം പ്രധാനമായിട്ടും മാറിക്കിട്ടും. ഉപജീവനം നല്ല രീതിയിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഉപജീവനമാണ് കർമ്മസാക്ഷിയാണ് ശനി, അതുപോലെ കർമ്മഭാവത്തിൻ്റെ അധിപനുമാണ് എന്ന് നമുക്ക് പറയാം. കർമ്മത്തിനെ ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് ശനിദേവനാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പം ഉപജീവനം അല്ലെങ്കിൽ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഈ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ് ഈ ശനി പുറകോട്ട് നീങ്ങുന്ന 4.5 മാസം. 10ാം ഭാവത്തിൻ്റെ ബലാബലങ്ങളെ ആശ്രയിച്ചാണ് നമുക്ക് പ്രവൃത്തികളിലുള്ള ഗുണദോഷങ്ങൾ, കർമ്മത്തിൻ്റെ മേന്മയും അതിൻ്റെ ശുഷ്കതയും ഒക്കെ അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ ആർജിത കർമ്മം, നമ്മൾ ഈ ജന്മത്തിൽ ആർജിക്കുന്ന കർമ്മങ്ങളുടെ ഫലം പോലും നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ 10ാം ഭാവത്തെ ആസ്പദമാക്കിയാണ് അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഈ തൊഴിൽ തേടുന്നവർക്കുള്ള തടസ്സവും പിന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സമ്മർദ്ദം, സഹപ്രവർത്തകരുടെ അവഗണന അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, നമ്മുടെ മനസ്സിനെ ഹർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഈ മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ശനി മാറിക്കഴിഞ്ഞപ്പം. കാരണം 10ലെ ശനിയാണല്ലോ. അപ്പോൾ ഈ ശനി വക്രത്തിൽ പോകുമ്പോൾ ഈ വക അനുഭവങ്ങൾക്കെല്ലാം നല്ല കുറവുണ്ടാവും. പിന്നെ അനുകൂലമായ ദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കാവുന്നൊരു കാലമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനൊക്കെ അപേക്ഷ കൊടുക്കാവുന്ന ഒരു കാലമാണ്. ബിസിനസ്സുകാർക്ക് നേരത്തെ ലാഭം കുറഞ്ഞിരുന്നു, ശനി നേർഗതിയിലേക്ക് 10ൽ സഞ്ചരിച്ചപ്പോൾ അത് ഇപ്പോൾ ശരിയായി വരികയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആവർത്തിച്ച് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അത് നല്ല രീതിയിൽ കുറയും. പുതിയ സംരംഭങ്ങളിൽ പല പല തടസ്സങ്ങളും അനുഭവപ്പെട്ടിരുന്ന സംരംഭകർക്ക് ആ തടസ്സമൊക്കെ മാറിയിട്ട് സർക്കാരിൽ നിന്നുള്ള ക്ലിയറൻസ്, ബാങ്കിൽ നിന്നുള്ള വായ്പകൾ, അതുപോലെ തന്നെ നമ്മൾ ഗ്രാൻറ്റുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക, ഇതൊക്കെ സാധ്യതയുള്ളൊരു കാലമാണ്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ടും തൊഴിൽ കിട്ടുന്നു, നല്ലൊരു തൊഴിലിന് വേണ്ടി അപേക്ഷിച്ചാൽ ആ തൊഴിൽ കിട്ടാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യതയും, സംരംഭങ്ങളിൽ വ്യവസായ സംരംഭങ്ങളിലൊക്കെ മേന്മയുമാണ് ഈ സമയത്ത് ചുരുക്കത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ വക്രഗതി കൊണ്ട്. വളരെ അനുകൂലം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, പക്ഷേ നമ്മൾ ശരിക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഗുണഫലങ്ങൾ കിട്ടും. കാരണം 10ലെ ശനി പുറകോട്ട് നീങ്ങുന്ന ഫലം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 9ലേക്കാണ് ശനി വരുന്നത്, ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ ശനി 9ൽ സഞ്ചരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗുണകരമല്ല എങ്കിലും 9ലേക്ക് ശനി വരുന്നില്ല. പക്ഷേ ശനിയുടെ നീക്കം 9ാം ഭാവത്തിലേക്ക് കേന്ദ്രീകരിച്ചായതുകൊണ്ട്, അല്ലെങ്കിൽ പുറകോട്ടുള്ള ഒരു രാശി കേന്ദ്രീകരിച്ചാണ് വരുന്നത്, അങ്ങോട്ട് കടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ പോലും ശനി ഭാഗ്യഭാവത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു നേരിയ ഫലമെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. ആ സമയത്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ജോലികളിൽ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ മാറുക, വിദേശയാത്രയ്ക്കുള്ള വഴി തെളിഞ്ഞ് കിട്ടുക, വിവാഹ തടസ്സം മാറിയിട്ട് വിവാഹം നടക്കുക, പിന്നെ നേരത്തെ മാറ്റിവെച്ച വിവാഹങ്ങളൊക്കെ ഇപ്പം നടന്നു കിട്ടുക, പല മാർഗങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. പിന്നെ കർമ്മരംഗത്ത് ശല്യം സൃഷ്ടിച്ചിരുന്ന സഹപ്രവർത്തകർ, നമ്മളോട് മോശമായിട്ട് പെരുമാറിയിരുന്ന മേലധികാരികൾ, ഇവരൊക്കെ സ്ഥലം മാറിപ്പോവുകയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അവർ സ്വയം നന്നാവുകയോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആ പ്രയാസം അങ്ങ് ഒഴിവായി കിട്ടും. പിന്നെ കല, രാഷ്ട്രീയം, മാധ്യമ പ്രവർത്തനം ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് പ്രസിദ്ധിയും പണവും ആർജിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വ്യാപാരികൾക്കും ഗുണകരമായ ഒരു കാലഘട്ടമാണ്. ഈ ശനി മീനൻ രാശിയിൽ തന്നെ തുടരുന്നത് കൊണ്ട് നമ്മൾ ഈ 9ലേക്ക് വരുന്ന പരിപൂർണ ഫലമൊന്നും ലഭിക്കുകയില്ല.
എങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു 4.5 മാസം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലം നമുക്ക് നോക്കാം. അതായത് ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി, ഇത്രയും ഉൾപ്പെടുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 7ാം ഭാവത്തിലാണ് ഇപ്പം ശനി സഞ്ചരിക്കുന്നത്. കണ്ടക ശനിക്കാലമാണ്. ഈ 7ാം ഭാവം എന്ന് പറയുന്നത് പ്രണയം, വിവാഹം, ദാമ്പത്യം, പങ്കുകച്ചവടം, വിദേശയാത്ര തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. ഈ കണ്ടകശനിയുടെ പ്രവർത്തനം കൊണ്ട് പ്രണയത്തിലാണ് വളരെ പ്രയാസം, ദാമ്പത്യത്തിലും പ്രയാസം ഉണ്ടാകും. 7ലെ കണ്ടകശനി. വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ നീണ്ട് വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. പിന്നെ കുടുംബജീവിതത്തിൽ അനുരഞ്ജനമില്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെയാണ് ശനി 7ൽ വരുമ്പോഴുള്ള പ്രയാസം എന്ന് പറയുന്നത്. പങ്കുകച്ചവടത്തിൻ്റെ കാര്യം എടുത്താൽ പങ്കാളികൾ തമ്മിൽ വിശ്വാസം കുറയുക, ലാഭവിഹിതത്തിന് വേണ്ടി തർക്കിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോകുന്ന അവസ്ഥ. ഈ സമയത്ത് ശനി വക്രത്തിൽ പോകുന്ന ഈ സമയത്ത് നമുക്ക് 7ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ശനി 6ലേക്ക് വരുന്ന ഒരു എഫക്റ്റ് താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ടാകും. 6ാം ഭാവത്തിലേക്ക് വരുന്നില്ല എങ്കിൽ പോലും ശനി പുറകോട്ട് നീങ്ങുന്നത് കൊണ്ട് ഇപ്പോഴനുഭവിക്കുന്ന ടെൻഷന്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് തെറ്റിദ്ധാരണകൾ, പരസ്പരമുള്ള സുഹൃത്തുക്കളുമായിട്ടോ ബിസിനസ്സിൽ പങ്കാളികളുമായിട്ടോ, ദാമ്പത്യത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലോ, പ്രണയത്തിൽ കാമുകന്മാർ തമ്മിലോ ഒക്കെയുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ ഒഴിഞ്ഞു പോകാനും സാമാന്യം നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. അതുപോലെ തന്നെ ജോലി കിട്ടാനും പഠനത്തിലുമൊക്കെ വരുന്ന കാലതാമസങ്ങൾ, തടസ്സങ്ങൾ ഇവയൊക്കെ മാറാനും ഈ സമയത്ത് ഈ ശനിയുടെ വക്രം വളരെ സഹായകരമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പങ്കാളിത്ത ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾക്കൊരിക്കലും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ കണക്കുകളൊക്കെ ഒന്നിച്ചിരുന്ന് നോക്കി സെറ്റിൽ ചെയ്ത് പിരിയാൻ, കേസും വഴക്കൊന്നും ഇല്ലാതെ പിരിയാനും പറ്റിയ ഒരു സമയമാണ് ഈ ശനിയുടെ വക്രഗതിയിലുള്ള ഈ 4.5 മാസം. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഒരു തരത്തിലും നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒന്നിച്ചുള്ള ബിസിനസ് പറ്റില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ദാമ്പത്യത്തിൽ അത് പറയാൻ പറ്റില്ല, കാരണം അത് ദൈവികമായ ഒരു ക്രിയയായതുകൊണ്ട് അത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിയുന്നത്ര ആ ദൈവം കൂട്ടിച്ചേർത്തത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതാണ്. പിന്നെ വിദേശ ജോലിക്കോ പഠനത്തിനോ ഒക്കെ ശ്രമിച്ചാൽ ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കത് ഈ സമയത്ത് സാധിക്കുന്നതുമാണ്. അടുത്തതായിട്ട് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഉൾപ്പെടുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണകരമായ അനുഭവങ്ങളാണ് ശനിയുടെ വക്രഗതി കൊണ്ട് ഉണ്ടാകുന്നത്. അവർക്ക് ശരിക്കും ശനി സഞ്ചരിക്കുന്നത്, അതായത് മാർച്ച് മാസത്തിൽ ശനി കടന്നിട്ടുള്ളത് 4ാം ഭാവമായ മീനൻ രാശിയിലേക്കാണ്. അതായത് കുടുംബത്തിൻ്റെ സ്ഥാനത്ത് കണ്ടകശനി, 4ാം ഭാവത്തിൽ കണ്ടകശനി. അപ്പോൾ ഈ 4ലെ കണ്ടകശനി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ, അമ്മ, അമ്മാവന്, മരുമക്കൾ, ബന്ധുക്കൾ, വീട്, വാഹനം, നമ്മുടെ വസ്തു, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, കുടുംബക്ഷേത്രം, തറവാട്, ഇതിനെയെല്ലാം സ്വാധീനിക്കുന്ന ഒരു ഭാവമാണ് ഈ 4ാം ഭാവം എന്ന് പറയുന്നത്. ക്ഷേത്രം, സുഖം, വാഹനം, ആസനം ച ലാളിത്യമംഭശയനം ച വൃദ്ധി പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാൽ എന്നല്ലേ പ്രമാണം പറയുന്നത്. അപ്പം 4ാം ഭാവം വളരെ പ്രധാനമാണ്. അപ്പം അതിൻ്റെ ശ്ലോകം അത് തന്നെയാണ്, മാതാ സുഹൃൻ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനമാസനം ച, അങ്ങനെയാണ് ആ ശ്ലോകം പോകുന്നത്. അപ്പോൾ ഈ കണ്ടകശനി 4ൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയാണ് ലോപം ഉണ്ടാകുന്നത്. മാതാവിൻ്റെ ആരോഗ്യം കുറയുന്നു, മനസ്സിൻ്റെ ആരോഗ്യം നമുക്ക് കുറയുന്ന ഒരു കാലഘട്ടമാണ്, സ്വന്തം ദേഹാരോഗ്യം കുറയും, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാം, പിന്നെ കുടുംബക്ഷേത്രത്തിൽ വേണ്ട പൂജകൾ ചെയ്യാത്തതിൻ്റെ ലോപം ഉണ്ടാകാം, അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. തറവാട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുമ്പം അംഗങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാകാം. പിന്നെ ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാം. വാഹനത്തിനും വീടിനുമൊക്കെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകാം. വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുന്ന തർക്കങ്ങൾ ഉണ്ടാകാം. കുടുംബക്ഷേത്രം ജീർണോദ്ധാരണം നടത്താൻ പറ്റാതെ നീണ്ടുപോകുന്നത് കൊണ്ടുള്ള മനപ്രയാസവും അനന്തര തലമുറയ്ക്ക് അതിൻ്റെ പ്രയാസങ്ങളുമൊക്കെ
ഉണ്ടാകുന്നത് നമുക്ക് കണ്ടു നിൽക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയൊക്കെയാണ് ഈ 4-ാം ഭാവത്തിൽ കണ്ടകശനി വരുന്ന സമയത്ത് നമുക്ക് അനുഭവങ്ങളുണ്ടാകുന്നത്. പല ആളുകൾക്കും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും, പല ആളുകൾക്കും ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വക്രം സംഭവിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരാശ്വാസം ലഭിക്കുന്ന കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. വീട് നിർമ്മാണം പൂർത്തിയാക്കാം, അമ്മയുടെ ചികിത്സകൾ ഒക്കെ ഫലിച്ചു തുടങ്ങുന്ന കാലമാണ്. അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ആശ്വാസം കിട്ടുന്ന കാലമാണ്. രോഗാദി അരിഷ്ടകളിൽ നിന്ന് മോചനം കിട്ടുന്ന സമയമാണ്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയാക്കി വീണ്ടും കാര്യക്ഷമതയോടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ജാതകത്തിൽ 4-ാം ഭാവം വളരെ ഗുണകരമാണെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട് സാധിക്കും. സഹോദരങ്ങളിൽ നിന്നുള്ള സഹകരണം പലവിധ നേട്ടങ്ങളും ഉണ്ടാകാൻ കാരണമാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായ കാലഘട്ടമാണ്. പിന്നെ മാധ്യമ പ്രവർത്തന രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയുമുണ്ടാകും, ധനവും ലഭിക്കാൻ യോഗമുള്ള കാലമാണ്. അപ്പം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കാണ് ധനപരമായ ഗുണം, പ്രശസ്തി, അംഗീകാരം, അതുപോലെ തന്നെ അവർക്ക് ഒരു പരിധിവരെ ഭാഗ്യ അനുഭവങ്ങൾ, ലോട്ടറി ലാഭമോ അതുപോലെ തന്നെ വിവിധ സോഴ്സുകളിൽ നിന്ന്, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനം ലഭിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. ഇതിൽ ഈ മേടക്കൂറുകാർക്ക് ലോട്ടറി കിട്ടാനുള്ള ഒരു ലാഭം, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ലോട്ടറിയോ നറുക്കെടുപ്പോ തുടങ്ങിയവയിൽ സമ്മാനം കിട്ടാനുള്ള പ്രത്യേക യോഗം ഉണ്ട്. കാരണം 11ലേക്ക് ശനി വരുന്ന ഒരു അവസ്ഥയാണല്ലോ അവർക്ക് ഉണ്ടാകുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് 11ലേക്ക് ശനി കടക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഈ 4.5 മാസത്തിനിടയ്ക്ക് ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യയോഗമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കുക. എന്ന് വെച്ച് ലോട്ടറി ഒരുപാട് പൈസ എടുക്കുക എന്നുള്ള ചെറിയ തുകയുടെയൊക്കെ എടുത്ത് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ഈ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടങ്ങൾ നല്ല രീതിയിൽ വീട്ടാൻ സാധിക്കും എന്നുള്ളതാണ് അവർക്ക് ഗുണകരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കുന്നവർക്കും വിവാഹം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണകരമാണ്. പിന്നെ കർമ്മമാർഗ്ഗങ്ങൾ ക്ലിയറായിട്ട് വരുന്നത് കൊണ്ട് അതിലൂടെ വരുമാനവും ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കലഹ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, വഴക്ക്, പങ്കാളികൾ തമ്മിലുള്ള കലഹമൊക്കെ ഒഴിവാക്കിയിട്ട് സുഗമമായ ഒരു ദാമ്പത്യം, സുഗമമായ ബിസിനസ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ആ രീതിയിൽ അവർ കാര്യങ്ങൾ ഉത്സാഹിച്ച് ചെയ്യുക. ഒരുപക്ഷെ വ്യാപാര പങ്കാളികൾ തമ്മിൽ നല്ല അടുപ്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ അവർക്ക് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോലും ഈ സമയത്ത് സാധിക്കുന്നതാണ്. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അത് ചെയ്യുക. പിന്നെ മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ നേരത്തെ മാറ്റിവെക്കേണ്ടി വന്നിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, വീടിൻ്റെ ജീർണോദ്ധാരണം, വാഹനത്തിൻ്റെ പണികൾ, കുടുംബക്ഷേത്രത്തിൻ്റെ പണികൾ, ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം നല്ല സുഗമമാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അവർ അത് നന്നായിട്ട് ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് ചുരുക്കത്തിൽ വളരെ ഗുണം കിട്ടുന്ന നക്ഷത്രക്കാരുടെ കാര്യമായിട്ട് കാണുന്നത് ശനിയുടെ വക്രം കൊണ്ട്. ഇനി സാമാന്യമായ ഗുണം കിട്ടുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു പോകാം. അതിൽ പ്രധാനം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനക്കുറുകാരുടെ ഫലമാണ്. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. കാരണം 7.5 ശനിയുടെ ജന്മശനിക്കാലമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. മീനം രാശിയിൽ കൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ശനി വക്രത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ജന്മശനിയുടെ കാഠിന്യം കുറയുന്ന ഒരു സമയമാണ്. പൂർണ്ണമായിട്ടും അവർക്ക് ഗുണകരമെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ഈ വിശ്വാസവഞ്ചനയെ ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും. പണമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് വഞ്ചനയിലകപ്പെട്ട്, അവർക്കത് കുറേയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള യോഗമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്തു പോയി എന്ന് കുറ്റബോധമുള്ള ചില പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ശനിക്കാലത്ത് അതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് തിരുത്താനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും ഈ പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പക്ഷേ രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ശനി അല്പം പുറകോട്ട് നീങ്ങിയാൽ പോലും ജന്മശനിയുടെ അവസ്ഥയുണ്ട്.
മാത്രമല്ല ശനി പുറകോട്ട് നീങ്ങുന്ന രാശിയിലേക്ക് വന്നാലും ആ ഏഴര ശനിയുടെ എഫക്റ്റ് പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ ആണെങ്കിലും വളരെ സൂക്ഷിക്കണം. മുറിവേൽക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അവർക്ക് മനസ്സിന് മുറിവേൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ധനപരമായിട്ട് ചെറിയ നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മോചനം ലഭിക്കും ചികിത്സ കൊണ്ട്. പൂർണ്ണമായിട്ടും ലഭിക്കുകയില്ല. പിന്നെ എല്ലാത്തിനും പഴി കേൾക്കുന്നൊരവസ്ഥ ഈ ജന്മശനിക്കാലത്ത് ഉണ്ടാകുന്നതാണ്. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. കുറേയെങ്കിലുമൊക്കെ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു രീതി ഉണ്ടാകും. പിന്നെ ഉള്ളത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. ഈ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയായിരുന്നു. അഷ്ടമശനി എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം പിടിച്ച ഒരു കാലമാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു കാലം. ജോലിയിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന പ്രൊമോഷനും കിട്ടുകയില്ല. അവർ എന്ത് ചെയ്താലും അതിന് കുറ്റം കേൾക്കേണ്ടി വരികയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും പലരും ജോലിയിൽ മുഴുകുന്നത്. എന്നാൽ പോലും മേലധികാരിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് വരുമ്പോൾ മനസ്സിനെ അത് വല്ലാതെ ഹർട്ട് ചെയ്യുന്നത് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എത്ര നന്നായിട്ട് പഠിച്ചാലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉണ്ടായിരിക്കും. അതുപോലെ വൃദ്ധജനങ്ങൾക്കും രോഗം ബാധിച്ചവർക്കുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ് ഈ അഷ്ടമശനി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം ഇവർക്ക് ഈ സമയത്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വാഹനം സംബന്ധിച്ച പ്രയാസങ്ങൾ, വാഹനാപകടമാകാം, അല്ലെങ്കിൽ വാഹനത്തിന് കേടുവരുന്നതുകൊണ്ടുള്ള പ്രശ്നമാകാം, കടക്കെണികൾ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ ഒരു മോചനം ഈ വക്രഗതിയുടെ സമയത്ത് ഉണ്ടാകും. പക്ഷേ ശനി പുറകോട്ട് വരുന്ന എഫക്റ്റ് വന്നാലും 7ലേക്ക് ആണല്ലോ ശനി വരുന്നത്. അപ്പം വലിയൊരു ഗുണം നമുക്ക് പറഞ്ഞുകൂടാ. കാരണം 7ലേക്ക് വരുമ്പോഴും കണ്ടകശനിയാണ്. അഷ്ടമശനിയേക്കാളും കുറച്ചുകൂടെ ഭേദമാണ് കണ്ടകശനി എന്നുള്ളത് കൊണ്ട് ശനി അല്പം പുറകോട്ട് നീങ്ങുമ്പം അതിൻ്റേതായ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടാകും എന്ന് മാത്രം. പക്ഷേ ഈ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ചുരുക്കമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു കാലഘട്ടം കിട്ടിയാലും ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ സാധിച്ചെടുക്കുക, അതിൽ ഹാപ്പിയാകുക, സന്തോഷിക്കുക. കുറേ ദുരിതങ്ങൾ ലഘൂകരിക്കപ്പെടുന്ന കാലമാണ്. ഇനിയിപ്പോൾ ഒരു സെറ്റ് നക്ഷത്രങ്ങൾ കൊണ്ടുണ്ട്. അതായത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം പുരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർ. ഈ കുംഭക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടമാണ്. അതായത് ഏഴര ശനി എന്ന് പറയുന്നത് 7.5 വർഷമാണ്. 2.5 വർഷം വീതമുള്ള 3 ഘട്ടങ്ങളായിട്ടാണ്. അതിലെ അവസാന ഘട്ടത്തിലാണ് കുംഭക്കൂറുകാർ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് 2ാം ഭാവത്തിലാണല്ലോ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കുംഭക്കൂറുകാർ പല കാര്യങ്ങളിലും മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് കുറച്ച് മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. വാക്കുകളിൽ കാപട്യം ഉണ്ടായേക്കാം. അതുപോലെ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിൽ ആലസ്യം ഉണ്ടാകും. വാക്ക്, വിദ്യ, ഇതെല്ലാം ഈ 2ാം ഭാവം കൊണ്ടാണ്. ധനം, വാക്ക്, വിദ്യ, ഇത് 3ഉം 2ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ധനഭാവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ധനം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാം. കുംഭൻ രാശിയുടെ നാഥനാണ് ശനി എന്നുള്ളത് കൊണ്ട് ധനം കിട്ടാതെ വരികയില്ല, ദാരിദ്ര്യം വരുന്നില്ല, പക്ഷേ തടസ്സം ഉണ്ടാകാം. കാരണം ഏഴര ശനി എന്ന് പറയുന്നത് ശനിയെ ശനി ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശനിയെ ശനി ബാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ചില സ്ഥാനങ്ങളിൽ നിൽക്കുമ്പം ശനിദേവൻ്റെ പവർ പോലും ഇല്ലാതാകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ഏഴര ശനിക്കാലം എന്ന് പറയുന്നത്. അപ്പം മുഖത്ത് ബാധിക്കുന്ന രോഗങ്ങൾ, മുഖത്ത് കറുപ്പടയാളങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കും കുറേ ദുരിതങ്ങൾ ഉണ്ടാകും. ദുർജനങ്ങളുടെ സഹവാസം മൂലം കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ സമ്മർദ്ദത്തിലാകുകയും ചെയ്യും. അപ്പോൾ ഈ വക്രാവസ്ഥ വരുന്ന ഈ 4.5 മാസം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും. നമ്മുടെ കഴിവുകൾ കുറച്ചുകൂടെ പുറത്തെടുക്കാൻ സാധിക്കും. ഈ ദുർജനങ്ങൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പതുക്കെ പതുക്കെ അകന്ന് നിൽക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല മനസാക്ഷിയോടുകൂടി, നല്ല മനസ്സോടുകൂടി, ഈശ്വരവിശ്വാസത്തോടും ദൈവാധീനത്തോടും കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ സാഹിത്യത്തിലും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണകരമായ കാലഘട്ടമാണ്. ഇപ്പോൾ എഴുത്തൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അത് ഓൺലൈൻ മീഡിയയിലാണെങ്കിലും പുസ്തകങ്ങളായിട്ടാണെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം
അല്ലെങ്കിൽ ഈ ശനിയുടെ വക്ര കാലത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കിയിട്ട് അത് ആരംഭിക്കുന്നത് വളരെ ഗുണകരമാണ്. അവർക്ക് ആ എഴുത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ കഥ കവിതയൊക്കെ രചിക്കുന്നതിനകത്ത് വളരെ പ്രാഗൽഭ്യം നേടാനായിട്ട് സാധിക്കും. പിന്നെ അതങ്ങ് തുടർന്ന് പോവാം. ഇപ്പോൾ ശനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ 4.5 മാസം കഴിയുമ്പം വീണ്ടും നേർഗതിയിലാകും. ഈ കണ്ടകശനിയുടെയും ഏഴരശനിയുടെയും അഷ്ടമശനിയുടെയും ഒക്കെ ദോഷങ്ങൾ വീണ്ടും അനുഭവപ്പെട്ട് തുടങ്ങും. ശനി എന്ന് പറയുന്നത് വളരെ ശക്തനായ ഗ്രഹമായതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ ആ കാര്യം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ശനി എന്ന് പറയുന്നത് ഇന്ന സ്ഥാനങ്ങളിൽ നിന്നാൽ ഇന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു മോചനം കിട്ടാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറാക്കുക. ആ കാലത്ത് നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളോട് അടുപ്പമുള്ളവരാരാണ്, യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരാരാണ് എന്നൊക്കെ ആ സമയത്താണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇവർക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന വഴിപാടെന്ന് പറയുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിച്ചാൽ ഈ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്താൻ കൂടുതൽ സഹായകരമായിരിക്കും. ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക, ഇതൊക്കെ വളരെ ഗുണകരമാണ്. കാരണം ഇവർക്കാർക്കും ശനിദോഷം മാറുന്നില്ല. ഏഴരശനി, കണ്ടകശനി, ഈ ദോഷങ്ങൾ മാറുന്നില്ല. ഈ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് ശനി ഒരു റിട്രോഗ്രേഡിൽ അല്ലെങ്കിൽ വക്രഗതിയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം അനുഭവപ്പെടുന്ന താൽക്കാലിക ഫലമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയം, ഈ 4.5 മാസം വരുന്ന ഈ സമയം നമ്മൾ നേരത്തെ മാറ്റി വെക്കേണ്ടി വന്ന പല കാര്യങ്ങളും ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുക, നമ്മളുടെ കഴിവുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക, നമ്മൾ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. വീണ്ടും ശനി നേർഗതിയിലാകുമ്പോഴത്തേക്കും കുറച്ച് സമ്മർദ്ദങ്ങൾ വരും. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു വീടിന് അടിത്തറയും ഇട്ട് ഭിത്തിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേൽക്കൂര പതുക്കെയാണെങ്കിലും പണിതെടുക്കാം എന്നുള്ള ഒരു ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. എപ്പോഴും ഏതൊരു ദുരിതാവസ്ഥയിലും നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂടെ കാണും. അത് മനസ്സിലാക്കുക, അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുക, ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് ഇക്കാലത്ത് നിങ്ങൾ വഴിപാട് കഴിക്കാൻ മറന്നു പോകരുത്. അതുപോലെ നാഗദൈവങ്ങൾക്കും നിങ്ങൾ വഴിപാട് കഴിക്കുക. അത് സന്താനങ്ങൾക്കും കുടുംബ സൗഭാഗ്യത്തിനും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ വളരെ അനുരഞ്ജനത്തോടു കൂടി മുന്നോട്ട് പോകാനും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.